ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പോലീസ് അതിക്രിയകൾ, അതുപോലെ മാവോയിസ്റ്റ് വേട്ട, ഇങ്ങനെയുള്ള പോലീസ് സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് എന്ന് വിളിക്കാവുന്ന പാർട്ടിക്കകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ അതിരൂക്ഷമായി ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കസ്റ്റഡി മരണം, വിനായകൻ്റെ കസ്റ്റഡി മരണം, അതുപോലെ മാവോയിസ്റ്റ് വേട്ടകൾ, പോലീസിൻ്റെ സംഘപരിവാർ ആഭിമുഖ്യം, ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ സർക്കാരിന് മനസ്സിലായി ഇതുകൊണ്ട് മാത്രം, അതായത് ഔപചാരിക PR കൊണ്ട് മാത്രം ഈ ഒരു പ്രചാരണത്തെ മറികടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും അത്തരം ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ വിമർശനം തൽക്കാലത്തേക്ക് അടക്കി വയ്ക്കുക എന്ന നിർദ്ദേശം കൊടുത്തു. തൽക്കാലത്തേക്ക് അടക്കി വയ്ക്കുക എന്ന് പറയാൻ കാരണം പാർട്ടിക്ക് CPMനെ സംബന്ധിച്ച് അതിന് രാഷ്ട്രീയമായൊരു കാരണമുണ്ട്. കാരണം മുമ്പത്തേതുപോലെയുള്ളൊരു ലക്ഷറി CPM എന്ന പാർട്ടിക്കും സർക്കാരിനും ഇപ്പോഴില്ല. അപ്പോൾ മുമ്പ് VS അച്യുതാനന്ദൻ്റെ കാലത്ത് സർക്കാരിനെ പാർട്ടിക്കകത്തുള്ളവർ വിമർശിക്കുമായിരുന്നു, മുഖ്യമന്ത്രി തന്നെ പാർട്ടി വിമർശിക്കുമായിരുന്നു. CPMനകത്ത് വിഭാഗീയത ഉണ്ടെന്ന് തോന്നിയാൽ പോലും അതൊരു ഡെമോക്രസി ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ലക്ഷറി ഇപ്പോൾ ഇല്ല. കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ആണ്. ബംഗാൾ പോയി, ത്രിപുര 2017 പോയി. 2017 ത്രിപുര പോയതിന് ശേഷം ആകെയുള്ളൊരു ഒരു തരി കനൽ ആയിട്ട് കേരളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് നിലനിർത്തേണ്ടത് പാർട്ടിയുടെ മാത്രമല്ല, പാർട്ടി അനുഭാവികളുടെ കൂടി ഉത്തരവാദിത്തമാണെന്നുള്ളൊരു മെസ്സേജ് പാർട്ടിയും സർക്കാരും സഹയാത്രികർക്ക് നൽകി. അതോടുകൂടി ആ ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സിൻ്റെ വിമർശനം അവസാനിച്ചു ഏറെക്കുറെ. രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നത് നമുക്കറിയാം. ആ വിമർശനം അവസാനിക്കുകയും കോവിഡിൻ്റെ സമയത്ത് ഈ പറയുന്ന സഹയാത്രികർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രചാരണമുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യരംഗത്ത്, കോവിഡ് പ്രതിരോധ രംഗത്ത് ആ സർക്കാർ സ്വീകരിച്ച നടപടികൾ, പ്രളയത്തിലും നിപ്പയിലും കോവിഡിലുമെല്ലാം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വഹിച്ച നേതൃപരമായ പങ്ക്, ഇതേക്കുറിച്ചുള്ള വ്യാപകമായ പ്രചാരണം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. ആ പ്രചാരണം വോട്ടർമാരെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. അത് കൂടാതെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന ചില ആർട്ടിക്കിളുകളുണ്ട്. ഈ ആർട്ടിക്കിളുകൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അമേരിക്കയിലെയോ യൂറോപ്പിലെയോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഔദ്യോഗിക ബ്ലോഗുകളിൽ പോയാൽ പോലും KK ശൈലജ ടീച്ചർ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കേരള എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ കാണാൻ കഴിയും. അപ്പോൾ അത് യാദൃച്ഛികമായി വരുന്നതല്ല. അത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്കത് കിട്ടണം. അത്രയും കണ്ടൻറ്റ് കോവിഡ് കാലത്തെ കേരള പ്രതിരോധത്തെക്കുറിച്ചുള്ള കണ്ടൻറ്റ് ഉണ്ട്. ഞാനത് മോശം കാര്യമെന്നല്ല പറയുന്നത്. അത് ഒരു ഭരണകൂടം, ഒരു പാർട്ടി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവരത് അങ്ങനെ ഒരു പ്രതിരോധം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രചാരണവും കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്രചാരണം യഥാർത്ഥത്തിൽ ഒരു രണ്ടാം പിണറായി വിജയൻ സർക്കാരിനുള്ള വഴി വെട്ടിയിട്ടുണ്ട്. പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സ്ഥിതി നേരെ മറിഞ്ഞു. ഒട്ടും പരിചയസമ്പന്നരല്ലാത്ത ഒരു കൂട്ടം മന്ത്രിമാരുമായിട്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ നയിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ താരതമ്യം ചെയ്യപ്പെടുക ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരുമായിട്ടാണ്. ഡോക്ടർ TM തോമസ് ഐസക്കുമായി KN ബാലഗോപാൽ താരതമ്യം ചെയ്യപ്പെടുന്നു, ശൈലജ ടീച്ചറുമായി വീണ ജോർജ് താരതമ്യം ചെയ്യപ്പെടുന്നു, G സുധാകരനായിട്ട് മുഹമ്മദ് റിയാസ് താരതമ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്രയും പരിണതപ്രജ്ഞരായ മന്ത്രിമാരുടെ മുമ്പിൽ പുതുമുഖങ്ങൾക്ക് അത്ര ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ ഔട്ട് ഷൈൻ ചെയ്യപ്പെട്ടു. ഇതൊരു പ്രതിസന്ധിയായിരുന്നു. ഈ പ്രതിസന്ധിയുടെ കൂടെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പലതരത്തിലുള്ള ഭീഷണികൾ, ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധം എന്ന് പറയാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് സവിശേഷമായി പറഞ്ഞിട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അത് ക്രിട്ടിക്കൽ ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് നിലച്ചുവെങ്കിൽ പോലും പാർട്ടി അണികൾക്കിടയിൽ ആ മുറുമുറുപ്പ് തുറന്നു. PV അൻവർ തുറന്നു പറഞ്ഞു. പിന്നീട് അത് പൊതുസമൂഹം ഏറ്റെടുത്തു. അങ്ങനെ പൊതുസമൂഹം ഏറ്റെടുത്ത ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്കും എതിരായിട്ടുള്ള വിമർശനങ്ങളെ മറ്റ് ചില ചാപ്പിയടിച്ച് ഒതുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അത് കാരണം ഒരു ആളുകൾക്ക് അനുഭവവേദ്യമായ കാര്യമാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഏത് അതിക്രിയയും ജനങ്ങളെ നേർക്ക് നേരെ ബാധിക്കുന്നതാണ്. ആഭ്യന്തരവും റവന്യൂ വകുപ്പും. അപ്പോൾ റവന്യൂ വകുപ്പിനെ കുറിച്ച് അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല. റവന്യൂ വകുപ്പ് മുമ്പത്തെ പോലെ കുറേ കൂടി കാര്യക്ഷമമാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് അതിശക്തമായ വിമർശനം സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ 4 വർഷം പൂർത്തിയായി. 4 വർഷം പൂർത്തിയായപ്പോൾ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് പിണറായിയെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സിൽവർ ലൈനിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു UDFൻ്റെ ഭരണശൈലിയാണ്. എക്സ്പ്രസ് വേ കൊണ്ടുവരിക, കൊച്ചി മെട്രോ കൊണ്ടുവരിക, വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ, അപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ചെറിയ മുറുമുറുപ്പുകളെ അവസാനം കണ്ടോ, ഞങ്ങളിത് കൊണ്ടുവന്നില്ലേ, ഞങ്ങളിതിന് തറക്കല്ലിട്ടില്ലേ, ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം മുറുമുറുപ്പുകൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു UDF ശൈലിയാണ്. ആ ശൈലി തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിരുന്നു സിൽവർ ലൈൻ. പക്ഷേ സിൽവർ ലൈൻ നടന്നില്ല. അപ്പോൾ ആ വലിയ പ്രൊജക്റ്റിന് പകരമായി സിൽവർ ലൈൻ നടന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് സർക്കാർ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ വല്ലാർപ്പാടാണ്. പക്ഷേ വല്ലാർപ്പാടം പിണറായി വിജയനും മാത്രമായിട്ട് വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞം പിണറായി വിജയന് മാത്രമായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ സാധനമല്ല. കാരണം അതിന് UDF അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഹൈവേ ആയിരുന്നു.
തീർച്ചയായിട്ടും ഹൈവേ സർക്കാരിനെ സംബന്ധിച്ചൊരു ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രൊജക്റ്റ് തന്നെയാണ്. കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പദ്ധതിയാണെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പാക്കുന്നതാണെങ്കിലും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ കൊടുത്ത പണം അത് ചെറിയ തുകയല്ല, 5000 കോടി രൂപയോളാണ് കൊടുത്തത്. അപ്പോൾ അത്രയും തുക ചെലവഴിച്ച് ഇത് തങ്ങളുടെ ഭരണ നേട്ടമായിട്ട് ഉയർത്തി കാണിക്കാമായിരുന്നു. പക്ഷെ അത് അവസാന നിമിഷം പാഴാവുന്ന ദൃശ്യമാണ് നമ്മൾ മൂരിയാട് കാണുന്നത്. കൂരിയാട്. അപ്പോൾ കൂരിയാട് ആ സംഭവം ഉണ്ടായതിനു ശേഷം പിന്നെ ഈ ഹൈവേയുടെ മേലുള്ള അവകാശവാദം ഉപേക്ഷിച്ചു എന്ന് മാത്രവുമല്ല 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് പൂർത്തിയാവില്ല. കൂരിയാട് തകർന്നുപോലും പൂർത്തിയാവില്ല, ഹൈവേ മൊത്തം റീച്ചും പൂർത്തിയാവാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ഷോക്കേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. അപ്പോൾ ഒരു ഗ്രാൻഡ് മെഗാ പ്രൊജക്റ്റ് സർക്കാരിന് മുമ്പിലില്ല, ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ. കോവിഡ് പ്രതിരോധമോ പ്രളയ പ്രതിരോധമോ പോലെ ഒരു എടുത്തു വയ്ക്കാൻ പറ്റിയൊരു ഭരണ നേട്ടം സർക്കാരിനില്ല. അപ്പോൾ എന്ത് വേണം? നിലവിലുണ്ട് എന്ന് കരുതപ്പെടുന്ന, അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയതെങ്കിലും വിരുദ്ധ വികാരമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ രീതി. അപ്പോൾ അതിന് ആവശ്യമായ രീതിയിൽ ന്യൂട്രൽ നറേറ്റീവ് സൃഷ്ടിക്കുക. ഈ നിഷ്പക്ഷർ എന്ന വാക്കിനോട് CPM എന്ന പാർട്ടിക്ക് വലിയ പ്രശ്നമാണ്. കാരണം ഒരു നിഷ്പക്ഷ നിരീക്ഷകന് ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ചാപ്പയടിക്കുക എന്നുള്ളതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ നിഷ്പക്ഷനാവാൻ പാടില്ല. പക്ഷം ചേർന്ന് പറഞ്ഞു, ഞാൻ ഒരു കോൺഗ്രസ് മാധ്യമ പ്രവർത്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു, CPM സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷേ നിഷ്പക്ഷനാവാൻ പാടില്ല, അതാണ് പ്രശ്നം. നിഷ്പക്ഷത എന്തെങ്കിലും അഭിപ്രായം, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ പാർട്ടിക്ക് സഹിക്കില്ല. അങ്ങനെയുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു ചാപ്പ അടിച്ചു കൊടുക്കും. അപ്പോൾ അതേ തന്ത്രം തിരിച്ചെടുക്കുക. അതുവരെ CPM എതിർത്തിരുന്നൊരു തന്ത്രം തിരിച്ചെടുക്കുകയാണ്. ഇനി നിഷ്പക്ഷർ എന്ന് തോന്നിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി, സർക്കാരിന് വേണ്ടി പ്രചാരണം നടത്താനുള്ള ആളുകളാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ EMS അക്കാഡമിയിൽ അതിൻ്റെ ശില്പശാല കഴിഞ്ഞു. ഈ അടുത്ത ആഴ്ച കോഴിക്കോട് ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും അതിൻ്റെ ജില്ലാതല ശില്പശാലകൾ നടക്കും. ആളുകൾക്ക് ശില്പശാലയുടെ വർക്ക്ഷോപ്പിലൂടെ പരിശീലനം കൊടുക്കുക. ശമ്പളം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ പ്രതിരോധിച്ച് എഴുതുന്ന ആളുകളൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. അവർ സർക്കാരിന് വേണ്ടി തന്നെയാണ് എഴുതുന്നത്, വായനക്കാർക്ക് മനസ്സിലാവും. ഇനി അങ്ങനെയല്ല, അങ്ങനെ സർക്കാരിന് വേണ്ടിയാണത് പ്രത്യക്ഷത്തിൽ തോന്നിക്കാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും അതൊരു ഡാമേജ് കൺട്രോളായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. ഭരണ തുടർച്ച ഉണ്ടാക്കുക എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നേരത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യമാകുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തെളിയിക്കുക, അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു.